അസ്സലാമലൈക്കും കൂട്ടുകാരെ. ചേമ്പിൻ്റെ പട്ട കൊണ്ട് നമുക്ക് സൂപ്പർ ഒരു തോരൻ ഉണ്ടാക്കാം. ഓക്കെ, 2 പട്ട മുറിക്കട്ടെ. അപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ പട്ടൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വേണ്ട, ഈ നാരും ഇലയൊക്കെ നമ്മൾ കളഞ്ഞ്, ഈ നാരൊക്കെ ആദ്യം കഴുകി എന്നിട്ട് ഈ നാരൊക്കെ ചിന്തി കളഞ്ഞു, എന്നിട്ടാണ് നമ്മളിത് അരിഞ്ഞിരിക്കുന്നത്. എല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഈ നാര് കളഞ്ഞിങ്ങനെ 4 പൂണ്ടിട്ടാണ് ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത്. ഇത് ഇത്ര ഒന്നും കണ്ടിട്ട് കാര്യമില്ല കേട്ടോ, അത് വെച്ചാൽ കുറച്ചുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളികേരം, ചീനമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി കൂടി ചതക്കിയത് അരയ്ക്കേണ്ട ആവശ്യമില്ല. മിക്സറ് ജാറിലിട്ട് നമ്മളൊന്ന് ചതച്ചാൽ മതി. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ ഈ കൂട്ടയിലിടുക. ഈ കൂട്ടിട്ട് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ, ഒരു മൂത്ത മണം വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് ലേശം ഉപ്പിട്ട് ആവിയിൽ വേവിക്കുക. ഇത് ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. കുട്ടികൾ കഴിക്കണില്ലെങ്കിൽ ഇത്തിരി ചോറെടുത്ത് അതിലിത്തിരി ഉപ്പേരിയിട്ട് കൂട്ടി കലർത്തി അവരോട് ഇത് കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും, വേഗം വലുതാവും എന്നൊക്കെ പറഞ്ഞാൽ ആ വായിൽ വെച്ച് കൊടുത്താൽ അവരാണ് കഴിച്ചോളും. ഓക്കെ, അപ്പോൾ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കാം. ശരി. അപ്പം നമ്മുടെ ചേമ്പിൻ്റെ പട്ട തോരൻ റെഡിയാക്കാം. സൺഫ്ലവർ ഒഴിച്ചു, അല്പം കടുകിട്ടു, വേപ്പിലൊക്കെ ഞാനത് ചതക്കണയിലിട്ടുണ്ട്. എന്നാലും എനിക്ക് വേപ്പിലക്ക് ക്ഷാമൊന്നുമില്ല. അപ്പോൾ 2 വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചേമ്പിൻ്റെ കൊണ്ടിട്ട് കൊടുക്കാം. കൂട്ടുകാരെ, അപ്പം നമ്മുടെ ചേമ്പിൻ്റെ പട്ട തോര റെഡിയായി. വേണ്ട, ചീഞ്ചട്ടി നിറച്ചിട്ടുണ്ടായിരുന്നു. വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ. വായലിടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുക. നമ്മുടെ ആരോഗ്യം മാത്രമല്ല, നമ്മുടെ ഭർത്താവിൻ്റെയും നമ്മുടെ മക്കളുടെയൊക്കെ ആരോഗ്യം നമ്മുടെ ആവശ്യമില്ലേ. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സമയം കണ്ടെത്തുക. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കടയിൽ പോയി മേടിക്കാൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ കറി വെക്കാൻ ചേമ്പ് കൊണ്ടുവരുമ്പോൾ അതിനൊരു കഷ്ണം എടുത്ത് നമ്മൾ ഒരു ചാക്കിലോ അത് കുഴിച്ചിടുക. അപ്പോൾ നമുക്ക് തോരൻ വെക്കാനുള്ള പട്ടയും കറി വെക്കാനുള്ള ചേമ്പൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടാറ്റാ.